ചെങ്ങായിമാരെ ഇങ്ങോട്ടൊന്ന് നോക്കിയാണ് നിങ്ങള് എന്തുമാത്രം ജനങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇത്ര അധികം ആളുകൾ ഇവിടെ എത്തണമെന്നുണ്ടെങ്കിലേ എന്തെങ്കിലും പരിപാടി ഇവിടെ വേണ്ടേ? നമ്മളെ കരുവാങ്കലിങ്ങളെ പുതുതായിട്ട് ആരംഭിച്ചിട്ടുള്ള മോഡേൺ അഡ്വർടൈസ്മെന്റിന്റെ ഉദ്ഘാടനം. അപ്പൊ ഈ കണ്ട ആളുകളൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിച്ചും ഇവിടെ ആരെങ്കിലും ഉദ്ഘാടനത്തിന് സിനിമാ നടന്മാരെക്കാരും വന്നിക്കാന്ന്. അതല്ല, നമ്മളെ കൊമ്പങ്കാട് കോയും കൊമ്പങ്കാട് കുഞ്ഞാപ്പും ആണ് വന്നിട്ടുള്ളത്. ഇതാ കണ്ടിട്ട് നിങ്ങൾ ഒരു വരുന്നത്. അപ്പോളേ ഷോപ്പിന്റെ ഉദ്ഘാടന കാഴ്ച നിങ്ങൾ കാണുന്നത്. ഇതാ ഉദ്ഘാടനം കഴിഞ്ഞ് ഒരൊക്കെ ഉള്ളിലേക്ക് കയറാണ്. നമ്മളെ കൊമ്പങ്കാട് കോയും കുഞ്ഞാപ്പും ഇതാ ഷോപ്പൊക്കെ ഒന്ന് സന്ദർശിക്കുകയാണ്. പിന്നെ പരിപാടിക്ക് പെരുവള്ളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കലാമാസ്റ്റർ ഉണ്ട്, അതുപോലെ ഒരുപാട് ആളുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അതാ ഫോട്ടോ എടുത്തുകൊണ്ട് കേട്ടോ. അതിന്റെ കൂടുതൽ നമ്മളും എടുത്ത് ഫോട്ടോ. കുട്ടികളൊക്കെ ആവേശത്തിൽ കേട്ടോ. അല്ല അവിടുന്ന് ഇറങ്ങണം കാത്തു നിൽക്കാണ് കുട്ടികളൊക്കെ. ഹലോ, ഞാൻ എല്ലാവരും ഒന്ന് ഒതുങ്ങിയിരുന്നാണ്. മറ്റെന്താ ഞങ്ങൾക്ക് ഡാൻസ് പാടുക അത് വേണ്ടേ? ആ അതാണ് ഇപ്പം മേത്ത് കെട്ടിയിട്ടുണ്ടെങ്കിൽ ആ മൈക്ക് കാണിച്ചാൽ. ഹലോ ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖല്ലേ? തുടക്കം വന്നപ്പോൾ തന്നെ പരിചയപ്പെടുത്തി കൊമ്പങ്കാട് കുഞ്ഞാപ്പവും മകൻ കുഞ്ഞാപ്പവും. അപ്പൊ ഞാൻ അങ്ങനെ ചോദിച്ചു പച്ചീനോട്, രണ്ടും ഞാനല്ലേ? അപ്പൊ കൊമ്പങ്കാട് പോയി കുഞ്ഞാപ്പാണ് വന്നിക്കള് അല്ലേ? അല്ലേ? എന്നിട്ട് അത്ര ഉസാറില്ലാത്ത ഇങ്ങനെ മലപ്പുറംകാര് അല്ല. ഒന്ന് നല്ലൊരു കൈയുടെ ആട്ടിയാണ് ആദ്യം. അതാ അപ്പൊ മോഡേൺ ഇനാഗ്രേഷന് വരാൻ പറ്റിയിരുന്നു. കൊമ്പങ്കാട് തറവാട്ടിൽ നിന്ന് ഇപ്പച്ചിക്കും എനിക്കും വരാൻ സാധിച്ചതിന് ഒരുപാട് 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 സന്തോഷമുണ്ട്. നിങ്ങൾക്കും ഉണ്ടോ? അതുകൊണ്ട് എനിക്കുണ്ട്. അപ്പൊ ഇവിടെ വന്നിക്കണേ നമ്മള് അടിച്ചു പൊളിക്കാനാണ് അല്ലേ? അപ്പൊ രണ്ട് വാക്ക് ഇപ്പച്ചി സംസാരിക്കും. ഇപ്പച്ചിയെ പറഞ്ഞു കൊടുക്കേ. അതിനകത്ത് എല്ലാത്തിനും കിടക്കണം പോകും. മാറി അടി ചേട്ടന്ന് അടി വേണോ? അടിയില്ല, അടിയില്ല, അടി വേണ്ട. 2020 തുടക്കമായതുകൊണ്ട് അടി ഒഴിവാക്കി. അപ്പൊ ഹാപ്പി ന്യൂ ഇയർ. അപ്പൊ ചങ്കള നമ്മളെ ഈ സ്റ്റേജ് വരെ എത്താൻ കാരണക്കാരായത് ഈ കിടക്കണ മുത്തുമണികളോ ആ പോയത് ആൾക്കാരൊക്കെ തന്നെയാണ്. അതിൽ ഒരുപാട് നന്ദി. അപ്പോ നമ്മൾ ആദ്യം തന്നെ പറയുകയാണെങ്കിൽ മോഡേൺ അഡ്വർടൈസ്മെന്റിന്റെ ഇനാഗ്രേഷന്റെ ഭാഗമായിട്ട് ഇവിടെ വരാൻ സാധിച്ചതിലും നമ്മളെ കരുവാങ്കലുള്ള നമ്മൾ ഈ സ്റ്റേജ് വരെ എത്തിച്ച, സപ്പോർട്ട് ചെയ്ത് നല്ല ലൈക്ക് തരുന്ന, നല്ല കമന്റ് തരുന്ന, നമ്മൾ ഈ സ്റ്റേജ് വരെ എത്തിച്ച മുത്തുമണികൾ എല്ലാവരും കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. അപ്പോ ആരായി? ആയിക്കോട്ടെ, ആക്കണ്ടായിരുന്നു. എന്താ ഇപ്പൊ നമുക്ക് അടിച്ചു പൊളിച്ചല്ലേ? വേറെ ഒന്നും നോക്കണ്ട അല്ലേ? അതിനല്ലേ വന്നിട്ടുള്ളത്. അപ്പൊ ഹാപ്പി ന്യൂ ഇയർ. കൊമ്പങ്കാട് പോയ അസ്സലാമു അലൈക്കും. അപ്പൊ എനർജി ഉണ്ട് നിങ്ങൾക്ക് ഇല്ലേ? എല്ലാവർക്കും ഉണ്ട്. ചാരി പോയിക്കോളി. അത് നിർത്താൻ പറ്റൂല, അതുകൊണ്ടാണ്. അതിലും വേറെ ബാക്കിലൊരു കോയുണ്ട്. കോയളങ്ങനെ നിറയുണ്ട് ഇവിടേക്ക്. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. നമ്മൾ അതുകൊണ്ടാണ് ഞാൻ പറയില്ല, ഇത്ര റിസ്ക് എടുത്തിട്ട് ഓരോ വീഡിയോസ് ഇപ്പൊ നീർക്കോലിനെ തച്ചാണ് ഡ്രമ്മിനുള്ളൊക്കെ ചാർട്ട് കണ്ടിക്കണ. അതൊക്കെ ഒറിജിനലാണ്, അല്ലാതെ ഡൂപ്പല്ല, ക്യാമറ ട്രിക്കൊന്നും അല്ല. ഇതിനെ ഡ്രമ്മിനുള്ളിൽ കറക്റ്റ് ആയിട്ടുള്ള ഉൾക്കൾ കൊണ്ടതാണ്. കുറച്ച് ബൈക്കൊക്കെ പറ്റി. അല്ല, ഇവരെങ്ങനെ വിചാരിച്ചു എത്രയാണ് ഇതൊക്കെ ഒരു ആവശ്യം? അത് സാധനത്തോണ്ട് വേറെ ഒന്നുമല്ല, ഞങ്ങളെ ഈ ചിരി കാണാൻ വേണ്ടിട്ട് മാത്രം. ഒരാളെ ചിരിപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് രണ്ടാൾക്ക് അത്ര ഇഷ്ടമാണ്. ശരിയല്ലേ? അതിന് എന്ത് റിസ്ക്കും ഞങ്ങൾ എടുക്കും. ഒരുപാട് മുറിയായിട്ടുണ്ട്, ഒരുപാട് പരിക്ക് പറ്റിയിട്ടുണ്ട്. കുറെ സ്ഥലത്തുനിന്ന് ചില ദിവസമൊക്കെ പരിക്ക് പറ്റിയിട്ട് 2-3 ദിവസമൊക്കെ ലീവ് എടുത്തിട്ടുണ്ട്. അത് നോക്കിയിട്ട് കാര്യമില്ല. അതെ. അപ്പൊ നിങ്ങൾ ചിരിക്കും, അങ്ങനെ ചിരിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ചിരിച്ചത്. അല്ലെങ്കിൽ ഏതെങ്കിലും മക്കളെ ഇങ്ങനെ തല്ലണ തന്താറുണ്ടാവോ? ഉണ്ടാവോ? തല്ല് നിങ്ങൾക്ക് ഇഷ്ടല്ലേ? കൊള്ളണ ഓനോ ഇഷ്ടമാണ് അല്ലേ? ഓനിഷ്ടല്ലേ ഉള്ളൂ. തല്ല് ഒന്നും കൊടുത്താലോ? ഒന്നാം തീയതി ആയതുകൊണ്ട് വേണ്ട. ആയിക്കോട്ടെ. മറ്റേ ഈ വർഷം മൊത്തത്തേക്കറിയ ശരിയല്ലേ? അപ്പൊ വേണ്ടല്ലോ. അൽഹംദുലില്ലാ, ഇവരൊക്കെ എല്ലാവരും ഇഷ്ടമായി. മാണെന്ന് പറഞ്ഞോട്ടൊക്കെ അവനവന്റെ അടുത്ത് വാങ്ങാം. വാണെന്നല്ല, മാണെന്ന്. വാണ കൊണ്ടാന്ന് അത് ഇന്നലെയൊക്കെ വിട്ടിട്ടുണ്ടാവും രാത്രി, ന്യൂ ഇയർ ആയതുകൊണ്ട്. ഹലോ, അപ്പൊ എന്തായാലും എന്താ നമുക്ക് വേണ്ടേ? സൈനനെ ആരാ അതിന്റെ അടിയിലാണ് ചോദിച്ചത്? അതിനെ കൊടുത്തിട്ടില്ല കേട്ടോ. വേറെ എന്തെങ്കിലുമൊക്കെ പറയും. എന്താ കൊണ്ടാക്കി നോക്കാം. അപ്പൊ പാട്ട് പാടിയാലോ?
അതിനല്ലേ നിങ്ങൾ കാത്തിക്കണേ? വർത്താനൊന്നുമല്ലല്ലോ. ആ അമ്മമ്മ കല്യാറിനെ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ആദ്യം തന്നെ കൊമ്പങ്ങാട് തറവാട്ടിൽ നിന്ന് നല്ലൊരു ഈശ്വര പ്രാർത്ഥന ആയാലോ? തുടക്കല്ലേ? പാടും എൻ്റെ ഒപ്പം പാടുവോ? എന്നാ പാടിക്കോളൂ. അത് പാടും ഉറപ്പാ, കാരണം അവിടെ നിന്നപ്പോഴൊക്കെ പാടിയുന്ന സാധനം. ആണോ? റെഡിയാ? എൻ്റെ ഒപ്പം പാടുവോ? കൊമ്പങ്ങാട് കോയ അവളിപ്പച്ചിന്റെ സൈന കൊമ്പത്തിരുന്ന് പാടണേ പഠിച്ചു മാന്തോ പോരെ മൈക്ക പൊട്ടി തീർച്ചില്ല. അൽഹംദുലില്ലാ എല്ലാവർക്കും ഇഷ്ടമായി. നിങ്ങൾക്ക് നിങ്ങൾ തന്നെ കച്ചടിച്ചോളി രണ്ടുപേരും പാടിയേ. അതാ കാരണം നിങ്ങളും നമ്മളൊക്കെ ഒന്നാണ്, ഒക്കെ മനുഷ്യന്മാരാ. അതിനിപ്പോ ചിരിപ്പിച്ചാന്നുള്ളത് മാത്രം അവിടെ എത്തിയല്ലേ? ആണ് മനുഷ്യന്മാരല്ലേ എല്ലാവരും. ഞാൻ തജ്ജാല് പറഞ്ഞു അതിൻ്റെ അടുത്ത് ഒന്നുമില്ല പച്ചയാ. അതിലേ എത്ര ഞാൻ പറഞ്ഞിട്ടേ ഇവനെ വെറുതെ കൂട്ടണേ. എന്താ പറഞ്ഞു നിർത്തിയെന്ന് ഓർമ്മ ജഗലി പറഞ്ഞോ? നീ ഞാൻ പറഞ്ഞോളാം, മാറിക്കേ. നിങ്ങൾക്കേ ആദ്യം പാട്ട് വേണ്ട, ഒരു മിമിക്രി എന്തെങ്കിലും മിമിക്രി വേണ്ടേ? എടുത്തോ. വേണ്ടേ? എന്താ വേണ്ടേ? മാക്രി അല്ല മിമിക്രി എടുത്തു. അതാക്കണോ? ആരായി? ആരൊക്കെയാണോ? അത് താവള അല്ലേ? മിമിക്രി ഇഷ്ടാണോ? അങ്ങനെയാണെങ്കിൽ ആരെ വേണ്ടിയേ? കോയോ? കോയന്റെ സൗണ്ട് ചേക്കൂല, അത് പച്ചിക്കേ വെക്കുള്ളൂ. നമുക്ക് പഴയ കാലത്തെ തമിഴ് സിനിമയിലെ ഉലക നായകൻ കമലഹാസൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. കണ്ടുണ്ടോ? കേട്ടുണ്ടോ? ഉലക നായകൻ എന്ന് പറയുമ്പോൾ തന്നെ ഉലകത്തിലുള്ള നായകനാ അല്ലേ? അപ്പൊ അദ്ദേഹത്തിന്റെ പഴയ കാലത്ത് ഒരു വോയിസ് കേട്ടാലോ? നിങ്ങൾ സപ്പോർട്ട് ചെയ്യോ? കൺമണി അൻപോട് കാതൽ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. അതിൽ മൂപ്പർ 2 ഡയലോഗ് പറഞ്ഞിട്ട് കേൾക്കല്ലേ? എന്നാ ആദ്യം നല്ലൊരു കൈയ്യടി കാട്ടിയാണ്. അതെ, കൺമണി അൻപോട് കാതലൻ நான் எழுதும் கடிதமே உள்ள கடிதாசி கடிதமே இருக்கட்டும். எனக்குண்டான காயம் அது தன்னால் ஆறிடும். அது என்னமோ தெரியல, என்ன மாயமோ தெரியல, எனக்கு ஒன்றும் ஆகிறது இல்லை. மனித உணர்ந்து கொள்ள இது மனிதர் காதல் அல்ல, அதையும் தாண்டி புனிதமானது. താങ്ക്യൂ കൈയടിച്ചോളൂ. ഓർക്ക് ഇഷ്ടമായിക്കണം. ആ മൈക്കിൻ്റെ അടുത്ത് കുറച്ച് നീങ്ങുന്നതാണ്, അല്ലെങ്കിൽ അത് പൂക്കിയിട്ട് അതല്ലേ. അപ്പൊ ഇനി അടുത്ത നിങ്ങൾ പറയണ ഇവിടെ നടത്തുള്ളൂ. പറഞ്ഞോ? അടിയല്ലാത്തൊന്നും പറയാ. റെഡി? അടിയില്ലാറും ആദ്യം അത് പറ്റുമോ? നിങ്ങളും ഉണ്ടാക്കി ഉമ്മമാരൊക്കെ പറഞ്ഞാണ് എത്താൻ വേണ്ടി. ഉമ്മമാര് പറയില്ല. അതെ, ഇമ്മമാര് എന്നെ തല്ലണത് ഇഷ്ടമില്ലാത്തൊരു മനുഷ്യന്മാരെ കണ്ടിക്കണേ ഈ വല്യന്മാര് മാത്രമാണ്. ഒരു പറഞ്ഞു കിട്ടുന്നത് എന്തിനാ എങ്ങനെ തല്ലണോ അതിന്റെ ചേലൊക്കെ അങ്ങനെ പറച്ചില്ല ഡെയിലി. ഐറ്റങ്ങള് അന്നെ തല്ലണ് ഈറുള്ള ഒരു മനുഷ്യന്മാരെ കണ്ടിക്കണേ ഈ വല്യന്മാരെയാണ്. അത് എന്നോട് ഇഷ്ടമുള്ളതുകൊണ്ടാണ്. ഈ കുട്ടികളോ ഓർക്ക് വാപ്പമാര് ഡെയിലി അടി കൊടുക്കുന്നത്, അതുകൊണ്ട് കളി ഇഷ്ടാവും. അടിയില്ലാത്തൊരു ഒരു ഡയലോഗ് പറഞ്ഞാലേ നമുക്ക്. ഏതായി? യാരത്? കൊമ്പങ്കാട് കോയ വാതില് തുറക്കേ. ഉന്നക്ക് വെള്ളിയാഴ്ച അതെന്നെ പറഞ്ഞു വാതില് തുറക്കേന്ന്. ജുമാക്കോ നേരായി. ഉന്നെ കൊന്ന് അന്റെ രക്തത്തെ കുടിച്ച് ഒപ്പന ഡാൻസ് ആടുവേ. അന്റെ അമ്മ കുറ്റിപ്പുളിയെ സൈന വിചാരിച്ച നടന്നില്ല. പിന്നെ ലജ്ജ് നന്നായില്ലേ? ഇഷ്ടായില്ലേ? ഇതൊക്കെ എത്താൻ ഉണ്ടാക്കണം. നിങ്ങളൊക്കെ കേട്ടിക്കണോ ആ ഡയലോഗൊക്കെ? എന്നാ നല്ലൊരു കൈഡി അടിച്ച അല്ല ഇടക്കിടക്കൊന്ന് ചാർജ് ആക്കട്ടോ, അല്ലെങ്കിൽ നടക്കൂല. ചാർജ് ആയില്ലെന്നുണ്ടെങ്കിൽ ഇറങ്ങി പോവും. വേണോ? അതാണ്. അപ്പൊ വേദിയിൽ നിൽക്കുന്ന വേദ്യക്ഷൻ, സൈഡിൽ നിൽക്കുന്ന സൈഡക്ഷൻ, ആരാണ് മധ്യത്തിൽ നിൽക്കുന്ന ഇപ്പക്ഷൻ, അറ്റത്ത് നിൽക്കുന്ന അറ്റൻഷൻ, ആ ക്യാമറമാൻ ഇവിടൊക്കെ നിൽക്കണ എല്ലാക്ഷൻ. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായാലും എന്തിനാ നിങ്ങൾ കൊല്ലണ്ടെന്ന്? തച്ച് ഒരു മിനിറ്റ്, നിങ്ങൾക്കൊരു കാര്യം അറിയോ? നമ്മളെ വീഡിയോ എടുത്ത് തരുന്നത് എഡിറ്റ് ചെയ്യണ ആളാരാ നിങ്ങൾക്ക് അറിയോ? നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല ആളെ? ഒരാളല്ല, അതിലത്തെ ഒരാളാണ് ഇത്. വേറെ ഒരാളും കൂടെ ഉണ്ട്. ആളെ പേര് എബിൻ തോമസ്.
നിങ്ങളൊക്കെ കറക്റ്റ് ഡ്രമ്മിന്റെ ഉള്ളിൽ പോകുന്ന എഡിറ്റും സാധനങ്ങളൊക്കെ അല്ലേ ഒക്കെ ചെയ്യുന്ന ആളാണ് ഈ നിക്കണേ. ഇയാൾക്ക് നല്ലൊരു കച്ചേരി കൊടുക്കേ. അതാണ്. അപ്പോ എബിയ എല്ലാരും ആണോ നമുക്ക് വേണ്ടി? ആ ഓക്കെ. സംഭവം പൊളിയല്ലേ? എഡിറ്റിംഗ് സൂപ്പർ അല്ലേ? നല്ലൊരു കയ്യടി ഒന്നും കൂടി കൊടുക്കും. ആ മതി. പാർട്ടി ന്യൂ ഇയർ ആയിക്കോട്ടെ. അപ്പൊ ഇനി നല്ലൊരു പാട്ടായാലോ? അതിനെ വേണ്ടി കുമ്മക്കാട് തറവാട് പാട്ടാവല്ലേ? ഒന്നുകൂടെ പറഞ്ഞു. കുമ്മക്കാട് തറവാട് പാട്ടല്ലേ? നേരിക്ക് പറഞ്ഞു പാട്ടാവല്ലേ? അങ്ങനെ പറഞ്ഞാ അത്രേ ഉള്ളൂ. എവിടെ ഇത് വയറ് കുത്താനുള്ള സാധനമൊക്കെ ഉണ്ടോ? ഇത് സ്കൂളിൽ പോയിട്ടില്ലാണോ? ആ ബാഗേറ്റൊക്കെയാണല്ലോ നിൽക്കണേ. എന്റെ പേര് നസീർ. എന്റെ പേര് ലാല ഷിക്കു. അങ്ങനെ നിങ്ങൾ അറിയുള്ളൂ. ഷിക്കു അല്ല, ചിക്കൂന്ന്. ഷിക്കു ആ ശിക്കാരി സംഭവമല്ല, അതേ സ്വഭാവമുണ്ട്. ആ മാപ്പിളപ്പാട്ടുണ്ട്, മലയാള പാട്ടുണ്ട്, കലാപമണി പാട്ടുണ്ട്, എല്ലാ പാട്ടുണ്ട്. പാടൂലേ? ഉറപ്പാ? എന്നാ റെഡി പാടി. ആ കേട്ടകള് മാപ്പിള പാട്ടാ? സിനിമ പാട്ടാ? അത് കൊമ്പങ്ങാട് തറവാട്ടത്തെ മാത്രം പാട്ടാണ് കേട്ടോ. കോയപ്പാട്ട്. അങ്ങനെ ഓലെ പാട്ടാണ് തുടങ്ങി. ഇവിടെ നോക്കിയാണ് രണ്ടാളും അടിപൊളിയായിട്ട് തന്നെ പാടുണ്ട് കേട്ടോ. പാട്ട് നമുക്ക് മുഴുവനായിട്ട് കൊടുക്കാൻ പറ്റൂല, കോപ്പിറൈറ്റ് പ്രശ്നമുള്ളതുകൊണ്ട് തന്നെ നമ്മളിതിൽ ആഡ് ചെയ്തിട്ടില്ല. മിക്സ്ഡ് സോങ് ആട്ടോ ഓല് പാടുന്നത്. നാടൻ പാട്ട്, മാപ്പിളപ്പാട്ട്, സിനിമ പാട്ട്, ഇങ്ങനെ ഒരുപാട് പാട്ടുകൾ ഓല് പാടുണ്ട്. എല്ലാവരും നല്ലോ ആസ്വദിച്ച് കേൾക്കുന്നുണ്ട്. അടിപൊളി പാട്ട് തന്നെ, ഒരു രക്ഷയില്ല. കുറെ ആൾക്കാരെ ഇന്നെ പോലെ ഇതാ വീഡിയോ പകർത്തുന്നുണ്ട്. കാരണം കുഞ്ഞാപ്പും കോയും ഫേമസ് ആയ ഈ ഭാഗത്തേക്ക് വന്നിട്ടില്ല. ഏത് നമ്മളെ നാട്ടിലേക്ക് ഓക്കെ, അത് മാത്രം പോയിട്ട് മതി. അങ്ങനെ കോയാക്കും കുഞ്ഞാപ്പും കൂടി യാത്ര പറഞ്ഞ് പോവാട്ടോ. കുട്ടികളാണ്ട് വിടുന്നില്ല, അവരാണ്ട് പൊതിഞ്ഞിക്കുക. ഇപ്പൊ തന്നെ കോയാക്ക വീണീനി. അപ്പൊ നിങ്ങൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാട്ടോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ, ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഫോളോ ചെയ്യാത്തുണ്ടെങ്കിൽ ഫോളോ ചെയ്ത് കൂടെ കൂടിക്കോളി. എന്നായിക്കോട്ടെ.